കർക്കിടക വാവിനോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. വരയ്ക്കൽ പിതൃതർപ്പണ ഭൂമിയിൽ ഹിന്ദു ഐക്യവേദി, വരയ്ക്കൽ ബലിതർപ്പണ സമിതി, വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സമിതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രമ്യദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടിനെ സംബന്ധിച്ച് ബലിതർപ്പണത്തിനായി ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി. ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ, വിശ്വാസികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഇങ്ങോട്ടുണ്ടായിരുന്നത്. ഇന്നലെ മുതലാണ് ഇവിടെ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രധാനമായും വരയ്ക്കൽ ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വരയ്ക്കൽ ബലിതർപ്പണ സമിതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ പുരോഗമിച്ചത്. വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശിക്കാൻ നമുക്ക് കഴിഞ്ഞത്. നിരവധി പേരാണ് ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം തിലഹോം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങിയത്. ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ തന്നെ ആയിരുന്നു ഇന്നലെ മുതൽ ഇവിടെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ജില്ലയിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തും മൂടാടി ഉരുക്കുണ്ണിക്കാവ് ക്ഷേത്രത്തിലും മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രം തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ഈ ബലിക്കടവുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും എല്ലാം മാലിന്യം കുവിഞ്ഞുകൂടാതിരിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കിക്കൊണ്ടുണ്ട് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിലും പ്രധാനമായും ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കൂടി നിലനിന്നു. അതായത് വലിയ തോതിൽ സ്ത്രീകൾ ഉൾപ്പെടെ എത്തുന്ന മേഖലയാണ് വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി. നിത്യേന ബലിതർപ്പണ ചടങ്ങുകൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എത്തുന്ന വിശ്വാസികൾക്ക് കൃത്യമായി തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, ശുചിമുറികൾ ഉൾപ്പെടെ ഏർപ്പെടുത്താൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ മേഖലയിൽ ഉൾപ്പെടെ നിലനിന്നു. ഇത് വളരെ കാലമായി ഇവിടെ എത്തുന്ന വിശ്വാസികളും ഇതിന്റെ സംഘാടകർ ഉൾപ്പെടെ കോർപ്പറേഷനോടും എല്ലാം ആവശ്യപ്പെടുന്നതാണ് ഇവിടെ കൃത്യമായി തന്നെ ശുചിമുറി ഉൾപ്പെടെ നിർമ്മിച്ചു നൽകണമെന്ന്. പക്ഷേ ഇതുവരെ ആയിട്ടും കാലങ്ങളായി തന്നെ ഈ ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടും ഇതിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഇത്തവണത്തെയും വലിയൊരു ആക്ഷേപമായി തന്നെ നിലകൊണ്ടിരുന്നു. കൂടാതെ തന്നെ കടലിലിറങ്ങുന്ന വിശ്വാസികൾക്ക് സുരക്ഷ കൂടി മുൻനിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം വലിയ രീതിയിലുള്ള തിരകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒഴുക്കിൽപ്പെടാതെ ഓരോ ജീവനും സംരക്ഷിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. അതിനാൽ തന്നെ ഇത്തരം സൗകര്യങ്ങൾ കൂടി ഈ മേഖല ഉൾപ്പെടെ ഇനിയെങ്കിലും ഇത്തരത്തിൽ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന ആവശ്യം കൂടി ഇവിടെ എത്തുന്ന വിശ്വാസികളും ഇതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണ 10,000-കണക്കിന് വിശ്വാസികളാണ് ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കാനായി ഇവിടെ എത്തിയത്. ഇപ്പോൾ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ബലിതർപ്പണ ഭൂമി പൂർണ്ണമായും പൂർത്തീകരിക്കാനാവും. വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുമാകും. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം രമ്യദാസ്, ജനം.